അപ്പോൾ അസ്സലാമു അലൈക്കും, വെരി ഗുഡ് മോർണിംഗ്. ഇൻഷാല്ലാ മൈലിയോട് സാധ്യതകളുള്ള ഒരു പുതിയ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. മനസ്സിൽ ആത്മവിശ്വാസവും മുഖത്തെ പുഞ്ചിരിയും കൊണ്ടുവന്നിട്ട് നമുക്ക് ലെറ്റ്സ് ബിഗിൻ ദ ചാമ്പ്യൻ. ആർ യു റെഡി? യെസ്. വെരി ഗുഡ്, സൂപ്പർ. ഇന്നത്തെ നമ്മുടെ ഒരു തീം അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ദിവസം നന്നായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ദിവസം ഡേ ഏറ്റവും നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെയാണെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യാം. ഇതിനു മുന്നേ നമ്മൾ എന്നും ചെയ്യുന്നത് പോലെ നമുക്ക് മെഡിറ്റേഷനിലേക്ക് പോകാം. ആർ യു റെഡി? അപ്പം വീഡിയോ മോഡ് ഓഫ് ചെയ്യേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷന്റെ സമയത്ത് ഓഫ് ചെയ്യാം, ശേഷം ഓൺ ചെയ്താൽ മതി. ഓക്കെ, ആരും ഉറങ്ങി പോകരുത്. രാവിലെയാണ്, നല്ല മഴയാണ്, അപ്പൊ ആരും ഉറങ്ങി പോകരുത്. അപ്പം ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. നിങ്ങളുടെ മൂക്കിലൂടെ ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം ഉള്ളോട്ടെടുക്കുക. ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിനു ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. ശേഷം കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാവുന്നതാണ്. ഓരോ തവണ ശ്വാസം എടുത്തു വിടുമ്പോഴും കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നതായിട്ട് ചിന്തിക്കാവുന്നതാണ്. ശരീരം മുഴുവനും റിലാക്സ് ആവുന്നുണ്ട്. ഒരിക്കൽ കൂടെ നമുക്ക് ദീർഘമായിട്ടുള്ള ഒരു ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ശേഷം നിങ്ങളുടെ കാൽവിരലുകൾ, കണം കാലുകൾ, മുട്ട്, തുടയെല്ല്, ഊരയിടുപ്പ്, അരക്കെട്ട്, അടിവയറ്, നെഞ്ഞിന്റെ ഭാഗം, കഴുത്ത്, തല തുടങ്ങിയ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും റിലാക്സ് ആവുന്നുണ്ട്. കണ്ടിന്യൂ ദ ബ്രീത്ത് ആൻഡ് റിലാക്സ്. ഓക്കെ, വെരി ഗുഡ്. ശ്വാസം ഉള്ളോട്ട് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹീലിംഗ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഒരു നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി, ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വെളിച്ചം, ഒരു പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അത് നിങ്ങളുടെ ശരീരം മുഴുവനും കവർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. Okay, very good. Complete the relax. ആ ഒരു പോസിറ്റീവ് ലൈറ്റ് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെ ഉള്ളിലേക്കും കടന്നു ചെല്ലുന്നുണ്ട്. റിപ്പീറ്റ് ദ ബ്രീത്ത് ആൻഡ് ദ റിലാക്സ്. നിങ്ങൾ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ, നിങ്ങളുടെ മൂക്കിലൂടെ നിങ്ങൾ ശ്വാസം ഉള്ളോട്ടെടുക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഹീലിംഗ് എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ താളത്തിൽ ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് ഫോർഗിവ്നെസ്, മാപ്പ് നൽകുക, മാപ്പ് ചോദിക്കുക എന്നുള്ള ഒരു അവസ്ഥയെ കൊണ്ടുവരാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിൽ എല്ലാവരോടും ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കാവുന്നതാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോടും നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലരെയും നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വേദനിപ്പിച്ചിട്ടുണ്ട്. ചിലരെ നിങ്ങൾ അങ്ങോട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, ചില ആളുകൾ നിങ്ങളെ ഇങ്ങോട്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാവുന്നതാണ്. അവർക്കെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും മാപ്പ് നൽകാവുന്നതാണ്. നിങ്ങളിപ്പോൾ മെഡിറ്റേഷനിലാണ് ഉള്ളത്. കണ്ണടച്ച് ശ്വാസം നിയന്ത്രിച്ച് നിങ്ങളുടെ അവയർനെസ് ഉള്ളോട്ട് കൊണ്ടുപോയി ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഫോർഗിവ്നെസ് എന്നുള്ള ഒരു ഇമോഷൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.
നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ പലപ്പോഴായിട്ട് നിങ്ങൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ചിലപ്പം ചില മുഖങ്ങളായിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ചിലപ്പം ചില സിറ്റുവേഷൻസ് ആയിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നിങ്ങൾക്ക് അവർക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ വേദനിപ്പിച്ചവരോട് നിങ്ങൾക്ക് മാപ്പ് ചോദിക്കാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ക്ഷമിക്കും തോറും നിങ്ങളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. ഓക്കെ, വെരി ഗുഡ്. അടുത്തതായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നന്ദി കടന്നു വരട്ടെ. നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും നന്ദിയാണ്. നിങ്ങളുടെ കൂടെയുള്ളവര്, നിങ്ങളുടെ സുഹൃത്തുക്കള്, നിങ്ങളുടെ പാരന്റ്സ്, നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാവരോടും നിങ്ങൾക്ക് അഗാധമായിട്ടുള്ള നന്ദിയാണ്. അതേപോലെ നിങ്ങളുടെ ചുറ്റിലുള്ള എല്ലാ വസ്തുക്കളോടും നിങ്ങൾക്ക് നന്ദിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സൃഷ്ടാവ് നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും ചിന്തിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ വീടാകാം, നിങ്ങളുടെ കുടുംബമാകാം, മാതാപിതാക്കളാകാം, സിസ്റ്റേഴ്സ് ആകാം, ബ്രദേഴ്സ് ആകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, അധ്യാപകരാവാം, നിങ്ങളുടെ വാഹനങ്ങളാകാം, സമ്പത്താവാം, ഭക്ഷണമാവാം, നിങ്ങൾക്ക് ചുറ്റിലുമുള്ള എന്തുമാവാം. അതിനോടെല്ലാം നിങ്ങൾക്ക് നന്ദി എന്നുള്ള ഒരു ഇമോഷന് കൊണ്ടുവരാവുന്നതാണ്. മനസ്സിൽ എത്രത്തോളം നന്ദി നിറയുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങാവുന്നതാണ്. ഓരോ അവസരങ്ങളും ഓർത്തെടുത്ത് അവ ഓരോന്നിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നന്ദി പറഞ്ഞു തുടങ്ങുക. സോ നന്ദി പറയാനുള്ള ഓരോ അവസരങ്ങളും ഓർത്തെടുത്ത് അവ ഓരോന്നിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും നന്ദി പറഞ്ഞു തുടങ്ങും. ഇപ്പം കണ്ണടച്ചിരുന്ന് റിലാക്സ് സ്റ്റേറ്റിൽ പോയി ഓരോന്നിനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് സ്നേഹമാണ്, ഉപാധികളില്ലാത്ത സ്നേഹം. നിങ്ങൾക്ക് എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹമാണ്. നിങ്ങളെ വേദനിപ്പിച്ചവരോടും നിങ്ങളെ സ്നേഹിച്ചവരോടും എല്ലാവരോടും സ്നേഹം നിങ്ങളുടെ മനസ്സിൽ നിറയട്ടെ. ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള പല വ്യക്തികളും ഉണ്ടായിരിക്കാം. ചിലപ്പം നിങ്ങളുടെ പാരന്റ്സ് ആവാം, നിങ്ങളുടെ സുഹൃത്തുക്കളാവാം, അധ്യാപകരാവാം, ചിലപ്പം കുടുംബത്തിലുള്ള മറ്റു ആരും ആവാം. അവരുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് അവരോടെല്ലാം മനസ്സിന്റെ അടിത്തട്ടിൽ നിന്നിട്ടും സ്നേഹം എന്നുള്ള ഒരു ഇമോഷന് നൽകാവുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കള്, അവർക്ക് നിങ്ങളോട് എന്തുമാത്രം സ്നേഹമാണ്. നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ അവര് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മാതാവ് നിങ്ങളെ പ്രഗ്നന്റ് ആയി 10 മാസം അവര് വയറ്റിൽ ചുമന്ന് 9ാമത്തെ മാസം അല്ലെങ്കിൽ 10ാമത്തെ മാസം നിങ്ങൾക്ക് അവര് ജന്മം നൽകുന്ന സമയത്ത് അവരനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങള്, അവരനുഭവിച്ചിട്ടുള്ള വേദനകള്, ശേഷം 2 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 4 വയസ്സ് വരെ നിങ്ങളെ നിങ്ങളാക്കി വളർത്താൻ വേണ്ടി അവരനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങള്, എത്ര നന്ദി പറഞ്ഞാലും എത്ര സ്നേഹം അവരോട് പ്രകടിപ്പിച്ചാലും തീരാവുന്നതിലപ്പുറത്തേക്കുള്ള വേദന സഹിച്ചിട്ടാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയിട്ടുള്ളത്. സോ ആ മാതാവിനെ എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും മതിയാവുകയില്ല. അതുപോലെ നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇത്രയും വളർത്തി വലുതാക്കാൻ വേണ്ടി ആ പിതാവ് അനുഭവിച്ചിട്ടുള്ള ത്യാഗങ്ങള്, ആ പിതാവ് അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങള് എല്ലാം നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. സോ അതിനെ നമ്മൾ എത്ര നന്ദി പ്രകടിപ്പിച്ചാലും എത്ര സ്നേഹം പ്രകടിപ്പിച്ചാലും മതിയാവില്ലെന്നറിയാം. എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ സ്നേഹിക്കാൻ പോവുകയാണ് നമ്മുടെ മാതാവിനെ, നമ്മുടെ പിതാവിനെ, നമ്മുടെ അധ്യാപകരെ, നമ്മുടെ ചുറ്റിലുള്ളവരെ. സ്നേഹം എത്രത്തോളം തിരിച്ചു കൊടുക്കുന്നവോ അത്രത്തോളം നമ്മളെ പ്രപഞ്ചനാഥനെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് സ്നേഹം അവർക്കായിട്ട് നൽകാം. സ്നേഹമാകുന്ന ഊർജത്തിന് എന്തിനേയും മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട്. ഒരു ശത്രുവിനെ പോലും മിത്രമാക്കാനുള്ള ശക്തിയുണ്ട് സ്നേഹത്തിന്. സോ നിങ്ങളുടെ മനസ്സിൽ സ്നേഹം എന്നുള്ള ഒരു ഇമോഷന് നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പട്ടെ.
നിങ്ങൾക്ക് വെറുപ്പ് തോന്നുന്ന ആളുകളെ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരിലേക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാവുന്നതാണ്. അവർക്ക് നിങ്ങളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരെ സ്നേഹം കൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഇനി കുറച്ച് സമയം നമുക്ക് വിഷ്വലൈസേഷനിലേക്ക് പോവാം. നിങ്ങൾ നിങ്ങളുടെ ഇന്റേണൽ വേൾഡിനെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കണ്ണടച്ചിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ വിഷ്വൽ ചെയ്യാം. എന്തെല്ലാം മാറ്റങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ വിഷ്വൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വിജയം, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് മികവ് കൊണ്ടുവരാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ഫാമിലിയില്, നിങ്ങളുടെ കുടുംബങ്ങളില് നിങ്ങൾക്ക് മികച്ച ഒരു വ്യക്തിയാവാൻ സാധിക്കുന്നത്, മറ്റുള്ള ആളുകൾ നിങ്ങളാൽ ഇൻസ്പയർ ആവുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. നിങ്ങളുടെ നാട്ടിലുള്ളവർ, നിങ്ങളുടെ ചുറ്റിലുള്ളവർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്ന ദിവസം, അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. വെരി ഗുഡ്. ഇപ്പം നിങ്ങൾ മെഡിറ്റേഷനിലാണ് ഉള്ളത്. നിങ്ങളുടെ ഇന്റേണൽ വേൾഡിനെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം മാറ്റങ്ങളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അതെല്ലാം ലഭിച്ചതായിട്ട്, നിങ്ങൾ വിജയിച്ച ഒരു വ്യക്തിയായി ഉള്ളതായിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ആ ഒരു അവസ്ഥയിൽ ഇരിക്കാവുന്നതാണ്. ആ ഒരു മാനസികാവസ്ഥയെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണോ അനുഭവിക്കുന്നത്, ആ വികാരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്നത്. സോ നിങ്ങൾ എന്തിനെയാണോ ചിന്തിക്കുന്നത്, അതിനെയാണ് നിങ്ങൾ ആകർഷിച്ചെടുക്കുന്നത്. സോ നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും ലക്ഷ്യപൂർത്തീകരണത്തിന്റെയും നേട്ടത്തിന്റെയും എല്ലാം അനുഭവങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ആകർഷിച്ചെടുക്കാനും സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നലെ വരെ എന്താണോ ചിന്തിച്ചിരുന്നത്, അതാണ് ഇന്ന് നിങ്ങൾ. സോ ഇന്ന് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സോ ഇന്ന് മുതൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചു തുടങ്ങുന്നത്, അതായിട്ടാണ് നിങ്ങൾ മാറാൻ പോകുന്നത്. സോ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു നല്ല ലോകം നിങ്ങൾക്ക് സൃഷ്ടിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. കുറച്ച് സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള, നിങ്ങൾ സ്വപ്നം കാണുന്ന തരത്തിലുള്ള ആ ഒരു ജീവിതത്തിൽ ജീവിക്കാവുന്നതാണ്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. ഇനി നമുക്ക് മെഡിറ്റേഷനിൽ നിന്ന് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം എടുത്തു വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം മൂക്കിലൂടെ ഉള്ളോട്ടെടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വൺസ് അഗെയിൻ ഒരു ദീർഘമായിട്ടുള്ള ശ്വാസം ഉള്ളോട്ടെടുക്കുക. അപ്പം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്. ശേഷം ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വായിലൂടെ പുറത്തേക്ക് വിടാവുന്നതാണ്. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, വെരി ഗുഡ്. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതാണ്. നിങ്ങളുടെ കണ്ണുകൾ തുറന്ന് കൈകൾ തമ്മിൽ കൂട്ടി തിരുമ്പി മുഖത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മെല്ലെ തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, തിരിച്ചു വന്നവര് വീഡിയോ മോഡിൽ വരാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സൂപ്പർ. ബാക്കിയുള്ളവരൊക്കെ പെട്ടെന്ന് വീഡിയോ മോഡിൽ വരിക. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷന്റെ ഫീലിംഗ്? ജസ്റ്റ് ഒന്ന് കുറച്ച് പേരൊന്ന് പറയാം. ഓക്കെ,
മാം മെഡിറ്റേഷൻ അടിപൊളിയായിരുന്നു. കുറച്ചൊക്കെ കണക്ട് ചെയ്ത് ഇരിക്കാൻ പറ്റി. ഫുള്ളി ഫോക്കസ് കിട്ടിയിട്ടില്ലെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേന് നല്ല രീതിയിൽ കണക്ഷൻ കിട്ടി. അൽഹംദുലില്ലാ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. മാം അടിപൊളിയായിരുന്നു മെഡിറ്റേഷൻ. ആദ്യം നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി. ആദ്യത്തെ മെഡിറ്റേഷൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പൊ കുറച്ചൊക്കെ ഫോക്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. വെരി ഗുഡ്, സൂപ്പർ. ഇൻഷാല്ല മെഡിറ്റേഷൻ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരും തോറും നമുക്ക് അതിലുള്ള ഒരു കോൺഫിഡൻസും അതുപോലെ നമുക്ക് അതിനോടൊപ്പം ഇങ്ങനെ ട്രാവൽ ചെയ്യാനുള്ള ഒരു സ്കില്ലൊക്കെ കൂടി വരും. ഓക്കെ, നമ്മൾ എന്തും പ്രാക്ടീസ് ചെയ്യുമ്പോഴാണല്ലോ ഏറ്റവും മികച്ചതായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ നമ്മൾ മെഡിറ്റേഷനും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അലൈനിങ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇൻഷാല്ല നമ്മളിങ്ങനെ വരും മെഡിറ്റേഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സൂപ്പർ പക്ക ആ ഒരു അലൈനിങ് മോഡിലേക്ക് എത്തും. നെക്സ്റ്റ്. ഓക്കെ, ജസ്റ്റ് ഒരാളും കൂടെ സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഒരാളും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. ഓക്കെ, ആരാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പോകുന്നു? ഓക്കെ, അഫ്ലഹ. മാം ഓരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് തീരെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒന്നും പാടെ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്, സൂപ്പർ. ഓക്കെ, ഇൻഷാല്ല അപ്പൊ നമുക്ക് ബാക്കി ഇതിലേക്ക് പോകാം. ഇൻഷാല്ല നിങ്ങളുടെ ഒരു ദിവസം ഏറ്റവും നല്ല രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ് ഇന്നത്തെ തീം. ഓക്കെ, ഡോക്ടർ റോബിൻ ശർമ്മ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വൂ വിൽ ക്രൈ എന്ന വെൻ ഐ ഡൈ വൂ വിൽ ക്രൈ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പ്ലാറ്റിനം 13 എന്ന് പറയുന്ന ഒരു സമയം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സമയമാണ് പ്ലാറ്റിനം 13 എന്ന് പറയുന്നത്. സോ ആ ടൈം വരുന്നത് നമ്മൾ എണീക്കുന്ന സമയം, നമ്മൾ എണീറ്റ ഉടനെയുള്ള ഒരു ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് ആണ് പ്ലാറ്റിനം 30 എന്ന് പറയുന്നത്. അത് നമ്മൾ ആൽഫ പീരിയഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, നമ്മൾ എണീറ്റ ഉടനെ ഉള്ള ഒരു ഫസ്റ്റ് ഉള്ള 30 മിനിറ്റ്സ് അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സമയമാണ് ഈ പ്ലാറ്റിനം 30 എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മളൊന്നും ആ ഒരു സമയത്തെ കുറിച്ചിട്ട് അത്ര ബോധേഡ് ആയിക്കൊള്ളണം എന്നില്ല, അല്ലെ? നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മളുടെ സ്കൂളുള്ള സമയങ്ങളാണെങ്കിൽ നമ്മൾ ചടപടാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുന്നു, നമ്മളുടെ പ്രെയറും അതിൻ്റെ ഇടയിലുള്ള ഒരുങ്ങലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ ദിവസത്തിലുമുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു സമയത്തെ കുറിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ബോധേഡ് ആയിരിക്കില്ല. ബട്ട് ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മളുടെ ഓരോ ദിവസത്തിലുള്ള ആ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയത്ത് നമ്മൾ പിക്ക് ചെയ്യാൻ പോവുകയാണ്. ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആ ഒരു 30 മിനിറ്റ്സ് അല്ലെ, നമുക്ക് 24 hours ഉണ്ട് ഒരു ദിവസം. ആ 24 hours ബാക്കി 23 and 50 hours നമുക്ക് എന്തല്ല നമ്മൾ എങ്ങനെ ആവണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളുടെ ആദ്യമുള്ള ആ ഒരു 30 മിനിറ്റ്സ് ആണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് ആ ഒരു 30 മിനിറ്റ്സ് ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണ്ടേ? ഇൻഷാല്ല നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, നമ്മൾ ആ ഒരു സമയം, ആ ഒരു ഡേ എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ഒരു 30 മിനിറ്റ് ആണ്. സോ ആ 30 മിനിറ്റ് നമ്മൾ സൂപ്പർ ടീൻസിലുള്ള നമ്മുടെ ടീനപ്പിലുള്ള കുട്ടികൾ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നോ അത്രത്തോളം പവർഫുൾ ആയിരിക്കും നമ്മളുടെ ഡേ. നമ്മളിപ്പം ഓക്കെ എണീക്കുന്ന സമയത്ത് തന്നെ ഒരു ഉഷാറില്ലാതെ ഇന്ന് സ്കൂളിൽ പോകണല്ലോ, അല്ലെങ്കിൽ ഇന്ന് മഴയാണല്ലോ എണീക്കാൻ തോന്നുന്നില്ലല്ലോ, ഇന്ന് കുറച്ചും കൂടെ കിടന്നാലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മള് ഒരു ഉന്മേഷം ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത രീതിയിലാണ് നമ്മൾ എണീക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഡേ നമുക്ക് അതിന്റെ ആ ഒരു എനർജി നമ്മുടെ കൂടെ ഉണ്ടാവും, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള എനർജി നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് ഒന്നും ചെയ്തിട്ട് ശരിയാവുന്നില്ലല്ലോ, ഒന്ന് ക്ലാസ്സിൽ പോകണോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉഷാറില്ലാതെയാണ് എണീറ്റത് എന്നിട്ട് ഒന്ന് സ്കൂളിൽ പോകണം എന്നൊക്കെ വിചാരിച്ച് സ്കൂളിൽ പോകുന്നു, സ്കൂളിൽ പോയി കഴിഞ്ഞാലും എന്തൊക്കെയോ തട്ടിമുട്ടലുകൾ, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ചിലപ്പം ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും
റഫ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങള്, ചിലപ്പോൾ സുഹൃത്തുക്കളെ ഭാഗത്തുനിന്ന്. അപ്പൊ നമ്മൾ ആ ഒരു ഹോൾ ഡേ നമ്മൾ ഇങ്ങനെ എനർജി ഇല്ലാതെ നമ്മളൊന്നിനും പറ്റാതെ ഇങ്ങനെ ഡള്ളായി ഇരിക്കായിരിക്കും. ബട്ട് അതിന് അപ്പുറത്തേക്ക് നമ്മൾ ആ ഒരു 30 മിനിറ്റ്സ് നമ്മൾ നല്ല പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി, നമ്മൾ നല്ല ഉഷാറായി നല്ല ഒരു എനർജിയോട് കൂടിയിട്ട് എണീറ്റ് ഒരു ഉഷാറായിട്ടുള്ള ഒരു ആ ആൽഫ സ്റ്റേജ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എങ്കിൽ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നു. ചിലപ്പം സ്കൂളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പോകുന്ന വഴിക്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആ ഒരു ദിവസത്തിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഫുൾ എനർജൈസ്ഡ് ആയിട്ടാണ് എണീറ്റിട്ടുള്ളത് എങ്കിൽ, നമ്മൾ ആ ഒരു ആൽഫ സ്റ്റേജ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ദിവസത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മളെ ബാധിക്കൂല എന്നുള്ളതാണ്. ബാധിച്ചു കഴിഞ്ഞാലും അത് വേണ്ട രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു എനർജി, ആ ഒരു മോർണിംഗ് എനർജി നമ്മളുടെ കൂടെ ആ ഒരു ഹോൾ ഡേ നമ്മളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഇതുവരെ പരീക്ഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ രാവിലെ നല്ല ഉഷാറായിട്ട് എണീക്കുന്നു, നമ്മൾ കുറച്ച് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നു, ആ ഒരു പ്രൊഡക്ടിവിറ്റി നമ്മുടെ ഹോൾ ഡേ നമ്മളിങ്ങനെ ആ ഒരു ഇതിന്റെ ഒരു വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. യെസ് മാം, ഞങ്ങള് രാവിലെ എണീച്ചിട്ട് ഇപ്പൊ മാമിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തപ്പോ തന്നെ മാം അന്ന് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാം, മോർണിംഗ് മെഡിറ്റേഷൻ ഒക്കെ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അങ്ങനെ രാവിലെ എണീച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ഇപ്പൊ ജേണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതിക്കാണ്ട് പോണ ഡേ ആണെങ്കിൽ അന്ന് അടിപൊളിയായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. യെസ് യെസ്, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും? ഷാമിയ. മ്യൂട്ട് അല്ലല്ലോ, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. ജസ്റ്റ് ഒന്ന് സംസാരിക്കൂ. ഓക്കെ, വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, വേറെ ആർക്കെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? വോയിസ് ചെയ്യാൻ പറ്റാത്തവര് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ എന്ത് ചെയ്യാ, ഇന്ന് മുതൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടായിരിക്കും ആ ഒരു എക്സ്പീരിയൻസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഷാമേന് എന്നോട് പേഴ്സണലി വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ടീനപ്പിന്റെ പ്രോഗ്രാമിൽ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് നമ്മൾ കുറച്ച് സമയം ഒരു 15 മിനിറ്റോളം നിങ്ങളുടെ സെൽഫിലേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സംതിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അങ്ങനെ ചെയ്തതിന് ശേഷം അവൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു മിറാക്കിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ഹോൾ ഡേ അവൾ എത്രത്തോളം എനർജിയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അവൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പൊ അവളുടെ ഒരു വോയിസ് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാ നമ്മളും കുറച്ചുകൂടെ ഒക്കെ നമ്മളുടെ ആ ഒരു നമ്മൾ അറിയാതെ ചെയ്യുന്നതും നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് അല്ലേ? ചിലപ്പം ഇത്രയും ദിവസത്തിലുള്ള ഇടയിൽ നിങ്ങൾ അറിയാതെ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നേരത്തെ നല്ല ഇൻട്രസ്റ്റോട് കൂടി എണീക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ എവിടേക്കെങ്കിലും ഒക്കെ ട്രിപ്പ് പോവാണ്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ദിവസം എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ നമ്മൾ നല്ല ഇൻട്രസ്റ്റോട് കൂടി എണീക്കും അല്ലെ? നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് നമ്മളുടെ ആ ഒരു എണീക്കുന്ന സമയത്തും നമ്മൾ കാര്യങ്ങളൊക്കെ ഇപ്പൊ ടൂറൊക്കെ പോകുന്ന ഒരു ദിവസമാണെങ്കിൽ നമ്മൾ ഭയങ്കര എനർജൈസ്ഡ് ആയിട്ട് എണീക്കുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നല്ല പവറോട് കൂടി നല്ല എനർജി ആയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ പോകുമ്പം ആ ഒരു മോർണിംഗ് വൈബ്രേഷന് ചിലപ്പം നമ്മുടെ ഹോൾ ഡേ നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ആയിട്ടില്ല, ട്രിപ്പ് പോകാൻ എന്തെങ്കിലും കാര്യങ്ങൾ സെറ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ മൂഡ് ഓഫ് ആയിട്ടാണ് എണീക്കുന്നതെങ്കിൽ ആ ഒരു എനർജിയും നമ്മളെ നമ്മൾ ആ ഒരു ഹോൾ ഡേ നമ്മളിങ്ങനെ ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇന്ന് മുതൽ ഒന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മോർണിംഗ് ഏറ്റവും നല്ല രീതിയിൽ എണീക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാന്നുണ്ടെങ്കിൽ ഇന്നലെ അത്ര ഒരു ഗുഡ് ഒരുപാട് കാര്യങ്ങളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു ഡേ ഒന്നും ആയിരുന്നില്ല, ഒരു നോർമൽ ഡേ ആയിരുന്നു. ബട്ട് ഞാൻ മോർണിംഗ് എണീറ്റ സമയത്ത് ഇന്നലെ രാത്രി തലേ ദിവസം ഉറങ്ങിയ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ നാളെ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, കുറച്ച് അത്ര പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ, അങ്ങനെ ആ ഒരു ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ള രീതിയിലാണ് ഉറങ്ങിയിട്ടുണ്ടായത്. പക്ഷെ മോർണിംഗ് എണീറ്റ സമയത്ത് രാത്രി മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് മോർണിംഗ് നമ്മൾ ആ ഒരു വൈബ്രേഷനിൽ ആയതുകൊണ്ടായിരിക്കും മേ ബി എണീറ്റ സമയത്ത് എന്തോ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു.
സംതിങ് എന്തോ ഇന്നത്തെ ദിവസം ഒരു കളർ ആയിരിക്കും എന്നുള്ള രീതിയിൽ സംതിങ് എന്തെങ്കിലുമൊക്കെ മിറാക്കിളായിട്ട് ലൈഫിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി എണീറ്റു. സോ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ഒന്ന് ജേർണലിംഗ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല, ബട്ട് കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങനെ തോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ജേർണലിങ്ങിന് പകരം നമ്മളിങ്ങനെ ആ ഒരു ഇന്നത്തെ ദിവസത്തെ കുറിച്ചിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹത്തെ കുറിച്ചിട്ടും അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും ഇങ്ങനെ തോട്ട് ചെയ്തുകൊണ്ടിരുന്നു. ശേഷം ഞാൻ അവിടെ നിന്ന് എണീറ്റു. കുറച്ചും ഇങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സോ എണീറ്റു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു മിറാക്കിൾ പോലെ എന്റെ ലൈഫിൽ ഇന്നലത്തെ ദിവസം ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡേ ആയി മാറി എന്നുള്ളതാണ്. കുറച്ച് ആളുകൾ ജീവിതത്തിൽ ഞാൻ വളരെ വാല്യൂ കൊടുക്കുന്ന കുറച്ച് ആളുകൾ എന്നെ പേഴ്സണലി കണക്ട് ചെയ്തു. ബിക്കോസ് ഞാൻ അവരെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയുള്ള 1-2 പേര് ഞാൻ നിങ്ങളോട് ടീനപ്പിലുള്ള കോർഡിനേറ്റേഴ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് നമ്മുടെ ടീനപ്പിന്റെ വരും പ്രോഗ്രാമുകളെ കുറിച്ച് സംസാരിച്ചതൊക്കെ. അവര് ഇത്രയും ദിവസം ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇന്നലെ അവർ അതിനുള്ള റീപ്ലൈ തന്നു. നമ്മൾ എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രോഗ്രാം, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് സജഷൻസും കാര്യങ്ങളൊക്കെ തന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത 1-2 ആളുകളും കൂടെ ഞാൻ കണക്ട് ചെയ്തിട്ടുള്ള ഒരാളും അല്ലാത്ത കണക്ട് ചെയ്യാത്ത ഒരാളൊക്കെ എന്നെ പേഴ്സണലി കണക്ട് ചെയ്തു ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട്. സോ പിന്നീട് ഒരു പ്രോഗ്രാമിന്റെ ഇതിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്റെ ടീമിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഉണ്ടാവുന്ന ഒരു വലിയൊരു ബിഗ് അപ്രീസിയേഷനോട് കൂടിയിട്ട് ഒരാൾ വരികയും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ തരികയൊക്കെ ചെയ്തു. സോ ആ ഒരു വൈബ്രേഷൻ ഹോൾ ഡേ ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ എനിക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും ഞാൻ പുറത്തേക്ക് പോയ സമയത്തൊക്കെ ആണെങ്കിലും എനിക്ക് ആ ഒരു എനർജി എന്റെ കൂടെ ഉണ്ട്. ഞാനൊരു ഓക്കെ ഇന്നത്തെ ദിവസം ഒക്കെയാണ്, ഞാൻ സംതിങ് എന്തോ ഒരു സക്സസ് പാത്തിലൂടെയാണ് എന്നുള്ള ഒരു എനർജി എന്റെ കൂടെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സോ ഇതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അതേപോലെ നമ്മൾ എനർജൈസ്ഡ് ആയിട്ടാണ് മോർണിംഗിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഹോൾ ഡേ നമ്മളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ആക്ടിവിറ്റി തരട്ടെ. നിങ്ങളുടെ ഇത്രയും ദിവസം ഇപ്പം നമുക്ക് ആക്ച്വലി വെക്കേഷൻ ഒക്കെ ആയിരുന്നല്ലോ. അപ്പം ഇത്രയും ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് 30 മിനിറ്റ്സ് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്? നോർമലി എണീക്കാൻ തോന്നാതെ ബെഡിൽ ഇങ്ങനെ, ഇപ്പൊ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പൊ എണീക്കാൻ തോന്നാതെ ബെഡിൽ ഇങ്ങനെ വീണ്ടും എണീറ്റോടുത്തുനിന്ന് വീണ്ടും കടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ല നമ്മളെ നല്ല ഉന്മേഷത്തോടു കൂടി എണീറ്റിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പ്രൊഡക്റ്റീവാക്കി മാറ്റാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? ജസ്റ്റ് 1-2 പേരൊന്ന് ഷെയർ ചെയ്യൂ. ഇങ്ങനെയായിരുന്നു. സിൻസിയർ ആയിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാനുള്ള ഒരു വേദി കൂടെ തന്നെയാണ്. സോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യൂ. മാം, എന്റെ ഒരു കാര്യം വെച്ച് പറയുകയാണെങ്കിൽ എല്ലാ ഡേയ്സും പ്രൊഡക്റ്റീവ് അല്ലായിരുന്നു. ചില ദിവസം വെറുതെ അങ്ങനെ പോകും. ചില ദിവസത്തില് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പ്രൊഡക്റ്റീവ് ആവാനും കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ്. വെരി ഗുഡ് നീല. ജസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആദ്യത്തെ 30 മിനിറ്റ്സ് എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത് എന്ന് ജസ്റ്റ് ഷെയർ ചെയ്തു. ഓക്കെ നീത. എന്താ ഈ നമ്മുടെ ഗൂഗിൾ മീറ്റ് ഇല്ലാത്തൊന്നും അങ്ങനെ വലിയ പ്രൊഡക്റ്റീവ് ഒന്നും ഇല്ല. അല്ലാത്ത ഇത് ക്ലാസ് ഇല്ലാതെ പെട്ടെന്ന് എണീറ്റ് അല്ലെങ്കിൽ വിളിച്ചാൽ അങ്ങനെ എണീക്കൊന്നുമില്ല. ക്ലാസ് ഉണ്ടാവുമ്പോൾ പെട്ടെന്ന് എണീറ്റ് അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് വൺ നെഹ്റി. ക്ലാസ് ഇല്ലാത്ത ദിവസമൊക്കെ തീരെ പ്രൊഡക്റ്റീവ് ഇല്ല. പെട്ടെന്ന് തന്നെ കയറാം. ഞങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് അതൊന്നും ഇല്ലാത്ത ദിവസമൊക്കെ. അല്ലാത്ത ദിവസമൊക്കെ ഓക്കെ, നമ്മൾ നീച്ച് പണി ഉണ്ടായതുകൊണ്ട് നേരത്തെ നീച്ച് നമ്മളെ പണിക്ക് നിൽക്കും, വേറെ ആരും ചെയ്തു തരാത്തോണ്ട്. ഓക്കെ, ഷാമിയ പറയുന്നു പ്രൊഡക്റ്റീവ് ആക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? നമ്മളുടെ ഒരു ഫുൾ ഡേ നിങ്ങൾ ഓക്കെ ആവണം എന്നല്ല ഞാൻ പറയുന്നത്, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ബട്ട് ആ ഒരു എണീറ്റ ഉടനെയുള്ള ഫസ്റ്റത്തെ 30 മിനിറ്റ്സ് അത് ഏറ്റവും വാല്യൂഡ് ആയിട്ടുള്ള സമയമാണ്. സോ അത് നമുക്ക് കുറച്ച് പവർഫുൾ ആക്കി മാറ്റിക്കൂടെ? സോ അത് നമ്മൾ പവർഫുൾ ആക്കി മാറ്റാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കി ആ ഒരു ഹോൾ ഡേ അതിന്റെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ റെഡിയാണോ?
റെഡിയാണോ? യെസ് മാം, റെഡിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞല്ലോ പഠനങ്ങളൊക്കെയും പറയുന്നത് നമ്മൾ ഈ ഒരു ആൽഫ സ്റ്റേജ് എന്ന് പറയുന്നത്, ഈ ആൽഫ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏർലി മോർണിംഗ്, ഇപ്പം 5 AM ക്ലബ് എന്ന് പറയുന്ന ഒരു റോബിൻ ശർമ്മയുടെ പുസ്തകമൊക്കെ ഉണ്ട്. അതിലൊക്കെ പറയുന്നത് എല്ലാ ആളുകളും ഉറങ്ങി ഭയങ്കര കാമായിട്ടിരിക്കുന്ന സമയമാണ് 5 AM എന്നൊക്കെ പറയുന്നത് അല്ലെ. ആളുകളും അന്തരീക്ഷവും പ്രപഞ്ചത്തിലുള്ള പലതും ഉറങ്ങിക്കിടക്കുന്ന സമയമാണ് ഏർലി മോർണിംഗ് 5 AM 4 AM എന്നൊക്കെ പറയുന്നത്. ആ സമയത്ത് എണീറ്റിട്ട് വർക്ക് ചെയ്യുന്ന ആളുകള് ഭയങ്കര റിലാക്സ് ആയിട്ട് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അവർക്ക് നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അവരുടെ ഒരു നമ്മൾ ഏർലി മോർണിംഗ് എണീക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ബ്രെയിന്, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നമുക്ക് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും ഉണ്ട്. അതായത് ബോധ മനസ്സും ഉപബോധ മനസ്സും ഉണ്ട്. ഈ ബോധ മനസ്സ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങും. ഈ ഉപബോധ മനസ്സ് ഫുൾ ടൈം ഉണർന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അതിന് ഉറക്കമൊന്നുമില്ല. നമ്മളുടെ ഉള്ളിലുള്ള ഒരു മനസ്സ്, അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമല്ലോ. അതെന്റെ മനസ്സിൽ എന്റെ മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കുമ്പോൾ അതെനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമല്ലോ, അല്ലെങ്കിൽ മനസ്സിലായി എന്നൊക്കെ. ആ മനസ്സിലാവുന്നത് മനസ്സിലാവാത്തതൊക്കെ കിടക്കുന്ന ഒരു മനസ്സുണ്ട് നമ്മളുടെ ഉള്ളിൽ. അതാണ് ഉപബോധ മനസ്സെന്ന് പറയുന്നത്. സോ ഈ ബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഒരു മനസ്സാണ്. നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ അത് ഉറങ്ങുകയും ചെയ്യും. ഓക്കെ, നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗൻസ് ഒക്കെയും പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സിന്റെ ഒരു ശക്തിയോട് കൂടിയിട്ടാണ്. നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുന്ന സമയത്ത് നമ്മളും ഉറങ്ങിപ്പോകും, നമ്മൾ സ്ലീപ്പിലേക്കൊക്കെ പോകും. സോ നമ്മൾ ഈ ഉപബോധ മനസ്സിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ കാര്യങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് നമ്മളുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാവും. നമുക്ക് വീണ്ടും അത് ഓർത്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചില എക്സ്പീരിയൻസുകളൊന്നും നമുക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്തത്. ചില ആളുകൾ നമ്മളോട് പെരുമാറിയത്, ചില ആളുകളെ കണ്ടത്, അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അത് നമ്മുടെ ഉപബോധ മനസ്സിലാണ് കയറിയിട്ടുള്ളത്. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പേര് നമ്മൾ മറക്കൂല അല്ലെ. കാരണം എന്താണ്? അത് നമ്മുടെ ഉപബോധ മനസ്സിൽ കയറിയിട്ടുണ്ട്. അതിന് ചിലപ്പം ചില സിറ്റുവേഷൻസ് ആയിരിക്കാം, ചിലപ്പം അവിടെ ഉണ്ടായിട്ടുള്ള സംസാരങ്ങള്, ടോക്കുകളൊക്കെ ആയിരിക്കാം അതിന് കാരണമായിട്ടുണ്ടാവുക ആ ഉപബോധ മനസ്സിലേക്ക് കയറാൻ. സോ ചിലത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കയറിയിട്ടുണ്ടാവില്ല, നമ്മുടെ ബോധ മനസ്സിൽ മാത്രം തങ്ങി നിന്നിട്ട് അത് ആവശ്യമില്ലാത്ത സമയത്ത്, അത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അത് പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ളതാണ് നമുക്ക് ചില ആളുകളുടെ പേര് നമ്മൾ വീണ്ടും കാണുന്ന സമയത്ത് അവരുടെ പേര് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചില ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റൂല. അതൊക്കെ നമ്മുടെ ഉപബോധ മനസ്സിൽ കയറാത്തത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കയറാനൊക്കെ പറ്റുന്ന നല്ലൊരു ടൈമാണ് ഈ മോർണിംഗ് എന്ന് പറയുന്നത്. മോർണിംഗ് മിറാക്കിൾ എന്ന് പറയുന്ന പുസ്തകത്തിലും പറയുന്നത് തന്നെയാണ്. ആ ഒരു 30 മിനിറ്റ്സ്, ആ ഒരു കുറച്ച് സമയം നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടാവും ഏർലി മോർണിംഗ് എണീറ്റിട്ട് പഠിക്കാൻ ശ്രമിക്കാന്നൊക്കെ അല്ലെ. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഏർലി മോർണിംഗ് എണീറ്റിട്ട് പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. കാരണം ആ സമയത്ത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് കാര്യങ്ങൾ കടക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. അപ്പം ഏർലി മോർണിംഗ് എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. ആൽഫ സ്റ്റേറ്റ് ആണ്, പ്ലാറ്റിനം 13 എന്ന് പറയുന്ന ഒരു സമയം കൂടെയാണ്. സോ നല്ല ഫ്രഷ് മൈൻഡ് ആയിരിക്കും അപ്പൊ ഉണ്ടാവുക. നമ്മൾ ഉറക്കത്തിലൊക്കെ എണീറ്റ് നമ്മളെ ഉറങ്ങുന്ന സമയത്ത് നമ്മളുടെ മൈൻഡും നമ്മളുടെ ബോഡിയും ഒക്കെ ഒന്ന് റിലാക്സ് ആവുന്നുണ്ട്. സോ നമ്മൾ ആ ഒരു റീഫ്രഷ്മെന്റോട് കൂടിയിട്ട് നമ്മൾ എണീക്കുമ്പോൾ നമ്മളെ ചിന്തകളൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ചിന്തകളാണ് ഉണ്ടാവുക. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വളരെ ചുരുങ്ങിയ ചിന്തകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. അല്ലാതെ നമ്മൾ ഭയങ്കര ചിന്തയോട് കൂടിയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ചിന്തകൾ ഇങ്ങനെ നമ്മളെ മൈൻഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഒരു ദിവസം ഒരു മനുഷ്യന്റെ ഉള്ളിലൂടെ 60,000 to 70,000 ചിന്തകളാണ് കടന്നു പോകുന്നത്. സോ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ തുടങ്ങുമ്പോൾ ഒരുപാട് ചിന്തകൾ പല പല കാര്യങ്ങളിലൂടെ നമ്മൾ ചിലപ്പോൾ ചില വസ്തുക്കളെ കാണുമ്പോൾ, ചില ആളുകളെ കാണുമ്പോൾ, ചില കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഈ ഒരു ഫോണ് കാണുമ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ആ ഫോണൊന്ന് നോക്കിയാൽ എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അയച്ചിട്ടോ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് അതിന് റീപ്ലൈ വന്നിട്ടുണ്ടോ, അങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ പോലും അറിയാതെ എന്റെ ഉപബോധ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇന്നലെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചിട്ട്, നമ്മളെ പാസ്റ്റ്, ഫ്യൂച്ചർ, ഇതിനെ കുറിച്ചിട്ടൊക്കെ പല ചിന്തകളും നമ്മൾ അറിഞ്ഞുകൊണ്ട് അറിയാതെ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. സോ അതിനൊക്കെ കൺട്രോൾഡ് ആവുന്ന ഒരു ടൈമാണ് ആക്ച്വലി മോർണിംഗ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എണീറ്റ ഉടനെ
കുറഞ്ഞ ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. സോ അതും കൂടെ നമ്മൾ പോസിറ്റീവ് ആക്കി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് എണീക്കാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി പവർഫുൾ മക്കളെ. നമ്മൾ പോലും അറിയാത്ത മിറാക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും ആ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാല്. സോ നിങ്ങൾ മിറാക്കിൾസ് ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ലേ? നല്ല അടിപൊളിയായിട്ടുള്ള നല്ല മാന്ത്രികത നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണ്ടേ? നല്ല മിറാക്കിൾസ് നമ്മുടെ ലൈഫിൽ സംഭവിക്കണ്ടേ? വേണ്ടേ? നല്ല മാജിക്കുകള് വേണ്ടേ? അല്ലെ? നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മളിങ്ങനെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ നമ്മൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷന്, ഇങ്ങനെ ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഓക്കെ, ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ കുറച്ച് സമയം ഫുൾ ഡേ നമ്മൾ പ്രൊഡക്റ്റീവ് ആവണം എന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വിട്ടു തന്നിരിക്കുന്നു. ബട്ട് ആ ഒരു ഏർലി മോർണിംഗ് 30 മിനിറ്റ്സ് നമുക്ക് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റിക്കൂടെ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല നിങ്ങൾ ടീനപ്പ് ഉള്ള ദിവസങ്ങളിൽ നമ്മൾ 5 AM പ്രോഗ്രാം ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾ നേരത്തെ എണീക്കുന്നുണ്ട്, നിങ്ങൾ പ്രെയറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ബട്ട് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിലും കൂടെ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചൂടെ? ഇൻഷാല്ല അല്ലെ? നമുക്ക് ട്രൈ ചെയ്യാം. അതിന് 5 പവർഫുൾ ഹാബിറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. സ്മൈൽ എന്ന് പറയുന്ന ഒരു പവർഫുൾ ഹാബിറ്റ്സ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താലോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? റെഡിയല്ലേ? ഓക്കെ, ഈ സ്മൈൽ എന്ന് പറയുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുക നമ്മള്. ഓക്കെ, ഏർലി മോർണിംഗ് എണീക്കുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് എണീക്കുക. ആ പുഞ്ചിരിയിൽ എന്തൊക്കെ പെടുന്നുണ്ടെന്ന് നോക്കി കഴിഞ്ഞാല് സൈലൻസ്. ഫസ്റ്റ് സ്മൈൽ എന്നുള്ളതിലെ എസ്സില് സൈലൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഉള്ള ഒരു 1-2 മിനിറ്റ്സ് ഒക്കെ, 1-2 മിനിറ്റ്സ് ഒക്കെ നമ്മളിങ്ങനെ റിലാക്സ് ആയിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നമ്മൾ എണീറ്റ ഉടനെ കുറച്ച് സമയം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് ചിലപ്പോൾ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്തിട്ടാവാം. ജസ്റ്റ് ഇങ്ങനെ ബ്രീത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പ്രെയറിലൂടെ നമുക്ക് നമ്മുടെ പ്രാർത്ഥന, നമ്മൾ 5 വക്ത് മുസ്ലിംസ് ആണെങ്കിൽ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകളായിരിക്കും അല്ലെ? നമുക്ക് നമസ്കാരം ഉണ്ടായിരിക്കും. സോ നമ്മൾ ആ ഒരു പ്രെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം, നമാസൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം നമുക്ക് പ്രെയർ, നമുക്ക് നമ്മുടെ സൃഷ്ടാവിനോടുള്ള ഒരു പ്രാർത്ഥന എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ കാമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കാം, ഫ്രീ ആയിട്ട് ഇരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ ഡിവൈൻ കണക്ഷനിലേക്ക് നമ്മളുടെ മൈൻഡും നമ്മളുടെ മനസ്സും സൃഷ്ടാവിന്റെ ആ ഒരു ഡിവൈൻ പാർട്ടിലേക്കും കൂടെ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് അലൈൻ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാം. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട്, നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കാം. ഓക്കെ, അങ്ങനെ ഒന്ന് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ, ഇപ്പം യൂട്യൂബ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് കിട്ടും. യൂട്യൂബിലൊക്കെ ഒരുപാട് മെഡിറ്റേഷൻസ് കിട്ടും. ബട്ട് എല്ലാതും കൂടെ നമുക്ക് ഓക്കെ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ഗൈഡഡ് ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവും. സോ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും നമുക്ക് ഏർലി മോർണിംഗ് ഒക്കെ. ദെൻ നെക്സ്റ്റ് സ്മൈലിലെ മൂവ് എന്നുള്ളതാണ്. ജസ്റ്റ് നമ്മുടെ ബോഡി ഒന്ന് മൂവ് ചെയ്യിപ്പിക്കുക. എന്തെങ്കിലും ജമ്പിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് വാക്കിങ്ങോ സ്ട്രെച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ചെറിയ എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മുടെ ബോഡിക്ക് വേണ്ടി കൊടുക്കുക. എന്തെങ്കിലും ചെറുത്. ഓക്കെ, നല്ല പവർഫുൾ ആയിട്ട് ഭയങ്കര ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യണം, നമ്മൾ വിയർക്കുന്നത് വരെ ചെയ്യണം എന്നുള്ളതല്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ബട്ട് നമ്മുടെ ആ ഒരു സ്മൈലിൽ വരുന്നത് ഒരു കുഞ്ഞു ഹാബിറ്റ് എന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ ബോഡി പാർട്സ് ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഷേക്ക് ആവുന്ന രീതിയിൽ എന്ത് ചെയ്യാം, ചെറിയ എന്തെങ്കിലും എക്സസൈസ് ചെയ്യാം. ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വാക്ക് ചെയ്യാം, ചെറിയ രീതിയിൽ എന്തെങ്കിലും സ്ട്രെച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ബോഡി മൂവ് ചെയ്യിപ്പിക്കുക. നെക്സ്റ്റ് വൺ ഇന്റൻഷൻ സെറ്റിംഗ് എന്നുള്ളതാണ്. നമ്മളുടെ ആ ഒരു ഹോൾ ഡേ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ചെറിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഗോൾ നമ്മൾ സെറ്റ് ചെയ്യാം. ഓക്കെ, സെറ്റ് എ പോസിറ്റീവ് ഗോൾ. അത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ടുഡേ ഐ വിൽ read a 2 page എന്നുള്ളതോ 2 page ബുക്ക് എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും ഒരു നമുക്ക് എന്താണ് നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ പ്രൊഡക്റ്റീവായി ചെയ്യേണ്ടത് അത് ചെയ്യും എന്നുള്ള രീതിയിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് എനിക്ക് ടുഡേ ഐ വിൽ ഹെൽപ്പ് മൈ മോം എന്നുള്ളതോ, അല്ലെങ്കിൽ ടുഡേ ഐ വിൽ വിസിറ്റ്
മൈ ഗ്രാൻഡ് പാരൻസ് എന്നുള്ളതോ, അല്ലെങ്കിൽ ടുഡേ ഐ വിൽ ലേൺ സംതിങ് എന്നുള്ളതോ, അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ഇന്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലേൺ എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യുക. ആ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ സംതിങ് എന്തെങ്കിലും ഒരു 2 മിനിറ്റ്സോ 1 മിനിറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ലേൺ ചെയ്യാം. ചിലപ്പം എന്തെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടോ. വീഡിയോസ് കാണുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലും പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ന്യൂ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരു ഏർലി മോർണിംഗ് 30 മിനിറ്റ്സിനുള്ളിലായിട്ട്. സോ നെക്സ്റ്റ് മൈൻഡിൽ വരുന്നതാണ് ഈറ്റ് അല്ലെങ്കിൽ എനർജൈസ്ഡ് എന്നുള്ളത്. നമ്മള് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്തി ഫുഡ്സ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഗതി കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഓക്കെ, എണീറ്റ ഉടനെ തന്നെ ഒരു കപ്പ് ഓഫ് വാട്ടർ കുടിക്കുക. അങ്ങനെ എന്തെങ്കിലും സംതിങ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ സ്മൈൽ എന്നുള്ളത് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈസി അല്ലേ? ഈസി അല്ലേ മക്കളെ? യെസ് മാം. യെസ്, നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഒരു ഏർലി മോർണിംഗ് എണീക്ക പറയുമ്പോൾ നിങ്ങള് എന്താ പറയാ 5 മണിക്ക് എണീക്കണം 4 മണിക്ക് എണീക്കണം എന്നുള്ളതല്ല. നമ്മള് 5 AM എണീക്കുകയാണെങ്കിൽ അത്രയും പവർഫുൾ ആയിരിക്കും, ഒരു ആൽഫ മോഡിലായിരിക്കും ആ സമയത്ത്. ബട്ട് നിങ്ങൾ എപ്പോഴാണോ എണീക്കുന്നത്, ഓക്കെ, ആദ്യം നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ എണീക്കുക എന്ന് ട്രൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ നമ്മൾ ട്രൈ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പൊ ഞാൻ ഓക്കെ നിങ്ങൾ എല്ലാവരും 5 മണിക്ക് എണീക്കുക, എന്നിട്ട് ഈ ഒരു ആൽഫ സ്റ്റേറ്റ് അത് മാക്സിമം ക്യാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടൊക്കെ മാറുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. സോ കുറച്ച് കഴിയുമ്പോൾ ഇൻഷാല്ല നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇൻഷാല്ല നമ്മൾ ടീനപ്പിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ചൊക്കെ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ 5 AM എണീക്കും. നമ്മൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റും. നമ്മുടെ ലൈഫിൽ മിറാക്കിൾസ് നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് നമ്മൾ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മൾ എപ്പോഴാണോ എണീക്കുന്നത്, ഇപ്പം സ്കൂൾസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്താ ചെയ്യാൻ, ഇനിയിപ്പോ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണല്ലേ, ജൂൺ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു ജൂൺ 1 അല്ലെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗിൽ നമ്മൾ എണീറ്റിരിക്കുക. ഇൻഷാല്ല അതിന്റെ ആ ഒരു എനർജി നമുക്ക് വോൾ മന്തില്, വോൾ ഇയറിൽ, ഈ ഒരു അക്കാദമിക് ഇയർ കംപ്ലീറ്റ് കൊണ്ടുപോകാൻ പറ്റട്ടെ. ഇൻഷാല്ല ആ ഒരു എനർജിയും ആ ഒരു എന്താ പറയാ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് നമുക്ക് വോൾ ഇയർ കൊണ്ടുപോകാൻ പറ്റട്ടെ. സോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, എപ്പോഴാണോ എണീക്കുന്നത്, നിങ്ങൾ എപ്പോഴാണ് എണീക്കുന്നത് ആ ഒരു 50 മിനിറ്റ്സ്, സോറി ആ ഒരു 30 മിനിറ്റ്സ് എണീറ്റ ഒരു 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് ഒന്ന് മാറ്റി വെക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ പറഞ്ഞ സ്മൈൽ എന്ന് പറയുന്ന ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ റെഡി അല്ലേ? റെഡിയാണ് മാം. ഇൻഷാല്ല. സ്മൈലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ വേണമെങ്കിൽ അങ്ങനെയും ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പം ഇൻഷാല്ല സ്മൈൽ എന്നുള്ള ഒരു സംഗതി നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരാം. ഓക്കെ, ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഞാൻ തരട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് 30 മിനിറ്റ്സ് എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക എന്നതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന്, ഇപ്പം എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾ എഴുതാണ് വേണ്ടത്, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ട് പാഡിൽ ഒന്ന് എഴുതി വെക്കുക. സോ നിങ്ങളത് ഇപ്പം അതിനുശേഷം പറയാം. ഓക്കെ, എന്ത് ചെയ്യും, നമുക്ക് ടൈം വളരെ കുറവായതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ആദ്യം പറയാ, പിന്നെ നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങളുടെ നെക്സ്റ്റ് ഡേയ്സിലുള്ള 30 മിനിറ്റ്സ് നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഇപ്പം ഈ സ്മൈൽ ഹാബിറ്റ് കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾ എങ്ങനെയാണ് അത് പ്രൊഡക്റ്റീവ് ആക്കി മാറ്റാൻ പോകുന്നത്? നമ്മൾ ആ ഒരു ഡേ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മൾ ആ ദിവസം എങ്ങനെയായി തീരണം എന്ന് തീരുമാനിക്കുന്നത്. സോ നിങ്ങൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഓക്കെ, ഓരോരുത്തർ. ഓക്കെ, ഫിദ. ഞാൻ എന്നും മടിച്ചിട്ടാണ് നീക്കല്. എനിക്കൊന്നും നീക്കാൻ മടിയാണ്. എന്റെ മദ്രസക്കൊക്കെ വിളിക്കുമ്പോ ഒന്നും പോണല്ലോ, എന്ത് സുഖാണ് മയത്ത് ഉറങ്ങാൻ, താത്താരൊക്കെ ഉറങ്ങുമ്പോ അങ്ങനെ കുത്തി ഉറങ്ങാൻ. എന്നും അങ്ങനെ തന്നെ, എനിക്ക് ഇന്ന് പോണം വെച്ചിട്ടാണ് എന്നും പെട്ടെന്ന് നീക്കല്. അപ്പൊ ഇനി മുതൽ ഞാൻ നേരത്തെ നീക്കും, സന്തോഷത്തോടെ ഇഷ്ടത്തോടെയും
പോകും ഇൻഷാല്ലാ. ഓക്കെ, വെരി ഗുഡ്. സന്തോഷത്തോടെ ഇഷ്ടത്തോടു കൂടി എണീക്കുക. കാര്യം നമ്മൾ മറ്റാർക്കും വേണ്ടിയിട്ടില്ല, സ്കൂളിൽ പോകാനോ മദ്രസ പോകാനോ ഒന്നല്ല എണീക്കണമെന്ന് ചിന്തിക്കുക. നമ്മൾ സ്കൂളിൽ പോകാൻ ഇപ്പൊ എണീക്കണല്ലോ, അങ്ങനെ പോകണല്ലോ, അല്ലെങ്കിൽ ഇന്നത്തെ സബ്ജക്ട് അങ്ങനെ ഒരു ടീച്ചർ സബ്ജക്ട് ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എണീക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹോൾ ഡേ അവിടെ പോയി. ബട്ട് നമ്മൾ തിരിച്ചെന്ത് ചിന്തിക്കുക, ഇന്നത്തെ ദിവസം സംതിങ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ന്യൂ ആയിട്ട് ചെയ്യണമല്ലോ. കാരണം നമ്മളൊക്കെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ. ആ വിജയത്തിലേക്ക് വേണ്ടി എന്തോ ഒരു ബേബി സ്റ്റെപ്പ് എടുക്കാനുള്ള ഒരു ഡേ ആണ് ഇന്ന്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമല്ലോ. സോ ആ ചെയ്യാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ അറിവുകൾ കേൾക്കുക, എന്തെങ്കിലും വീഡിയോസ് കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജേർണൽ എഴുതി വെക്കുക, നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും എഴുതി വെക്കുക, എന്തോ ആയിക്കൊള്ളട്ടെ. നമ്മൾ ആ ഒരു ഇഷ്ടത്തോടു കൂടി എനിക്ക് വേണ്ടി, എന്റെ വിജയത്തിന് വേണ്ടിയിട്ട്, മറ്റാർക്കും മറ്റാരുടെ വിജയത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞാൻ എണീക്കുന്നു. അതിന്റെ ഒരു ബേബി സ്റ്റെപ്പാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവുന്നു എന്നുള്ള ഇഷ്ടത്തോടു കൂടിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് എണീക്കാന്നുണ്ടെങ്കിൽ പവർഫുൾ ആയിരിക്കും മക്കളെ. മിറാക്കിൾസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാനും പറ്റും. അത് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടി തരാണ്. നിങ്ങൾ ഇഷ്ടത്തോടു കൂടി എണീക്കുന്നു. ഒരു ഫസ്റ്റത്തെ 30 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു. ശേഷം വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ മിറാക്കിൾസ് കാണാൻ പറ്റും. നിങ്ങൾ എഴുതി വെച്ചോ. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ അതിന്റെ ആ ഒരു ഫീഡ്ബാക്കിന്റെ അടുത്ത് വന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നിഹില. മാം ഇൻഷാല്ലാ. അപ്പൊ മാം പറഞ്ഞത് ഈ സ്മൈൽ ഹാബിറ്റിൽ കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് മുമ്പുള്ള ദിവസങ്ങൾ തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഗുഡ്. ഇൻഷാല്ലാ. നെക്സ്റ്റ്, നെഹ്റി. പിന്നെ സ്മൈൽ ഹാബിറ്റ് നമുക്ക് കൊണ്ടുവരാം. പിന്നെ ഫിദ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടത്തോടെ നീക്കണം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നീച്ചോട്ട് തന്നെ ഫുള്ള് ലാഗായിട്ടാണ്. സാധാരണ 5 മിനിറ്റ് ചെയ്യേണ്ടത് ഒരു 15 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് ഇനി കുറച്ച് നേരം കൊണ്ട് പെട്ടെന്ന് ഫാസ്റ്റ് ആയി ചെയ്യാൻ നോക്കണം. ഓക്കെ, നമുക്കൊക്കെ പ്രോക്രാസ്റ്റിനേഷൻ എന്നുള്ള ആ ഒരു ഹാബിറ്റ്, ആ ഒരു എന്താ പറയാ, ഒരു ശീലം ചിലപ്പോൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ. എണീക്കാൻ പറ്റി നമ്മൾ ബെഡിലേക്ക് കിടക്കും, എന്തെങ്കിലും കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ അത് നീട്ടി വെക്കുന്ന ആളുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉമ്മ ചിലപ്പോൾ പറയുന്നുണ്ടാവും, മോളെ നേരത്തെ എണീക്ക്, നിസ്കരിക്കുക എന്നുള്ള കാര്യം പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ ഓരോ നമസ്കാരങ്ങളും നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നതാണ് അല്ലെ. നമ്മൾ 5 വക്ത് നിസ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ എണീക്കുക മീൻസ് നിങ്ങൾ 9 സുബഹിക്ക് എണീറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. ആ ഒരു ഖലാവാവുന്നതിന് മുന്നേ നിങ്ങൾ എണീക്കുന്നു, നിസ്കരിക്കുന്നു, എല്ലാ 10 നിസ്കാരങ്ങളും ഖലാവാവുന്നതിന് മുന്നേ നിസ്കരിക്കുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മിറാക്കിൾസ് സംഭവിച്ചുകൊണ്ടിരിക്കും മക്കളെ. അപ്പൊ എന്ത് ചെയ്യാ, നിസ്കാരം എന്നുള്ളത് നമുക്ക് മാം സ്മൈൽ വെച്ച് ഇനിയുള്ള ഡേയ്സ്. ഓക്കെ, ഷാമിയക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സ്മൈൽ ഹാബിറ്റ് കൊണ്ടുവരും. ഓക്കെ, വെരി ഗുഡ് ഷമിയ. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുന്ന എല്ലാ ഹാബിറ്റുകളും നമ്മളെ ലൈഫിനെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെ ഉമ്മ ചിലപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, മോളെ ഫോണുമ്മ കളിക്കല്ലേ, മോളെ പഠിക്ക്, മോളെ അത് ചെയ്യ് ഇത് ചെയ്യ് എന്നുള്ളതൊക്കെ ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ബട്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ ബാധിക്കുന്നതാണ്, നമ്മളെ സക്സസിലേക്ക് നയിക്കുന്നതാണ്. സോ നമ്മൾ സക്സസിലേക്ക് നയിക്കുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സോ നെക്സ്റ്റ്, ഫാത്തിമ ഷിറിൻ. ഞാൻ ഇനിയുള്ള ദിവസങ്ങൾ ഇങ്ങനൊക്കെ ഇതാക്കി പ്രൊഡക്റ്റീവായി 50 മിനിറ്റ് ഇതാക്കാൻ ശ്രമിക്കും. ഓക്കെ, വെരി ഗുഡ്. ഇൻഷാല്ല. അപ്പൊ നമുക്ക് എല്ലാവർക്കും, ഇപ്പൊ എല്ലാവരും പറഞ്ഞതല്ലേ, നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, നമ്മുടെ ഏർലി മോർണിംഗ് ഡേ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റണം. നമ്മളെ 30 മിനിറ്റ്സ് വളരെ, ഞാൻ വീണ്ടും പറയാൻ, 30 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ നിങ്ങളുടെ ഹെൽത്തിനും നിങ്ങളുടെ വെൽത്തിനും നിങ്ങളുടെ മൈൻഡിനും ഒക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. സോ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റുക. അതിന്റെ ആ ഒരു എനർജി, ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഫുൾ ഡേ കാണാൻ പറ്റും. അപ്പൊ ഇൻഷാല്ല ഇന്ന് മുതൽ നമ്മൾ അങ്ങനെ ആ ഒരു സ്മൈൽ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇൻഷാല്ല നെക്സ്റ്റ് ഡേ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇനി ഒരു 15 മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെൽഫിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സംതിങ് ചെയ്യുക. ഓക്കെ, വെരി ഗുഡ്, സൂപ്പർ.